മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിലിരിക്കുന്ന നീരജയുടെ അടുത്തേക്ക് മണിക്കുട്ടി വരുമ്പോൾ മണിക്കുട്ടിയോടായിട്ട് നീരജ പറയുന്നുണ്ട്, ഫ്രിഡ്ജിൽ നിന്നും ദോശമാവെടുത്ത് വെളിയിൽ വെക്കണം. കൃഷ്ണേട്ടന് ദോശ ചുട്ടു കൊടുക്കേണ്ടേ എന്ന് പറയുമ്പോൾ അച്ഛന് ഇന്ന് ഇഡ്ഡലി മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി. ഇഡ്ഡലി എങ്കിൽ ഇഡ്ഡലി എന്ന് ചിരിച്ചും കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ നീരജ. അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മണിക്കുട്ടിയോടായിട്ട് നീരജ പറയുന്നുണ്ട്, വൈകിട്ട് അരിയും ഉഴുന്നും അരക്കണം, മാവ് തീരാറായി. അത് കേട്ടാണ് ജയമോഹിനി അടുക്കളയിലോട്ട് കയറി വരുന്നത്. എങ്ങനെ തീരാതിരിക്കും, ചില്ലറ ചെലവാണോ ഈ വീട്ടിൽ, മകൾ ഉണ്ടാക്കുന്നു അച്ഛൻ തിന്നു തീർക്കുന്നു എന്ന് ജയമോഹിനി മണിക്കുട്ടിയോടും നീരജയും കേൾക്കെ പറയുന്നുണ്ട് കേട്ടോ. വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി അല്ലേ അമ്മയെ ഓരോന്നും ഉണ്ടാക്കുന്നേ, വിശപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്, വലിച്ചു വാരി തിന്നുന്നത് വിശപ്പുണ്ടായിട്ടല്ല, ആർത്തി കാരണമായെന്ന് ജയമോഹിനി പറയുമ്പോൾ അച്ഛനും ഞാനും ഒരുപാടൊന്നും കഴിക്കുന്നവരല്ലോ മുത്തശ്ശി എന്ന് മണിക്കുട്ടി ജയമോഹിനിയോടായി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അടുക്കള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീരുന്നത് എങ്ങനെയാടി മുത്തിനോട് പറയുകയും തുടർന്ന് നീരജയോട്, ഇനി ഇവിടെ ചെലവാക്കുന്നതിനൊക്കെ ഒരു കണക്ക് വേണം, അന്നത്തേക്കുള്ള അരി ഞാൻ അളന്നു തരും, പച്ചക്കറിയും അരിയും ഞാൻ തരുന്ന ലിസ്റ്റിൽ വാങ്ങിച്ചാൽ മതി. ഭരത്തിനെ കള്ളക്കഥ പറഞ്ഞ് പുറത്താക്കാൻ നോക്കുന്ന ജന്തുക്കളുടെ ചിലവ് നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ജയമോഹിനി പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, ഭരത് മാമ കള്ളം കാണിച്ചതാണ് എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛൻ കാണിച്ച കള്ളത്തരമൊന്നും എൻ്റെ മകൻ കാണിച്ചിട്ടില്ല. നീ എന്തെങ്കിലും നോട്ടപ്പിശക് ഭരത്തിൻ്റെ ഭാഗത്തോട്ടുണ്ടായിട്ടെങ്കിൽ അതിനുള്ള അവകാശം അവനുണ്ടെന്നും കൂട്ടിക്കോ. പാലക്കലയിൽ ബിസിനസ് കമ്പനി തുടങ്ങിയത് ഭരത്തിൻ്റെ അച്ഛനാണ്, അല്ലാതെ കിണ്ണൻ്റെ അച്ഛനല്ല എന്ന് ജയമോഹിനി പറയുമ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് കൃഷ്ണ വരുന്നതും. മോളുടെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കൃഷ്ണ പറയുമ്പോൾ, അയ്യോ ഒരു മോള് ഒന്നും അറിയാത്ത പൊട്ടിയല്ലേ, ഇയാളുടെ മോൾ ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് ജയമോഹിനി പറയുമ്പോൾ, എൻ്റെ അച്ഛനല്ല കമ്പനി തുടങ്ങി വെച്ചത് എന്ന് കൃഷ്ണ പറയുമ്പോൾ, ഇവിടുത്തെ വരുമാനത്തിൻ്റെ പങ്ക് കൊണ്ടും കഴിയാൻ എനിക്ക് നാണമില്ലേ എന്ന് ജയമോഹിനി പറയുമ്പോൾ, ഇതിൻ്റെ മറുപടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃഷ്ണ പറയുമ്പോൾ, കഠിനാധ്വാനത്തിൻ്റെ കഥ അത് വീണ്ടും പറയുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് 3 ഇരട്ടി ലാഭത്തിലേക്കാണ് ഞാൻ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് കൃഷ്ണ ജയമോഹിനിയോട് പറയുമ്പോൾ, വെറുതെ അല്ലല്ലോ, വഴിയെ പോയാൽ നിന്നെ വെറുതെ പിടിച്ച് MD ആക്കിയില്ലേ എൻ്റെ മകൻ്റെ അച്ഛൻ, അതിനുള്ള എന്ത് യോഗ്യതയാ കിണ്ണൻകുട്ടിക്കുണ്ടായിരുന്നത് എന്ന് ജയമോഹിനി തട്ടിക്കയറുമ്പോൾ, പാലക്കൽ കുടുംബത്തിൻ്റെ രക്ഷിച്ചു എന്നുള്ള യോഗ്യത, മകളുടെ കല്യാണം മുടങ്ങി ആത്മഹത്യയ്ക്ക് മുന്നിൽ നിന്ന് യാചിച്ചതാ, ഞാൻ കാവ്യ വിവാഹം കഴിച്ചതൊക്കെ വീണ്ടും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നു എന്ന് ചുട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ജയമോഹിനിയോട് കൃഷ്ണ. അത് ഇത്ര ഏടാകൂടമായെന്ന് ഗംഗാധരേട്ടൻ വിചാരിച്ചു കാണില്ല. ശമ്പള ഇനത്തിൽ ലക്ഷങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കുന്നു ജയമോഹിനി പറയുമ്പോൾ, മേനോൻ സാർ നിശ്ചയിച്ച ശമ്പളമല്ലാതെ ഒരു ഔദാര്യവും ഞാൻ കൈപ്പറ്റിയിട്ടില്ല, നിങ്ങളുടെ മകനെ പോലെ കൈയിട്ട് വാരിയിട്ടില്ല. കാവ്യയുടെ അമ്മ ഇത്തരം കാര്യങ്ങൾ പ്രകോപനം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, എന്നെയും മണിക്കുട്ടിയെയും അപമാനിച്ചിട്ടാണെങ്കിലും പുറത്താക്കുക എന്ന് പറയുന്നുണ്ട് കൃഷ്ണ ജയമോഹിനിയോടായിട്ട്.